അഭയകേന്ദ്രത്തിന്റെ മകൾ ഇനി ജിജിന് സ്വന്തം. കൊല്ലം മയ്യനാട് SS സമിതിയിൽ ജനിച്ചു വളർന്ന ആശമോളുടെ വിവാഹമാണ് സുമനസ്സുകളുടെ സഹായത്തോടെ പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്നത്. വർഷങ്ങൾക്ക് മുമ്പ് SS സമിതിയിലെത്തിയ ഭോപ്പാൽ സ്വദേശിനിയായ സ്ത്രീയാണ് ആശമോൾക്ക് ജന്മം നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പാണ് ഭോപ്പാൽ സ്വദേശിനിയായ മാനസിക നില തകരാറിലായ സ്ത്രീയെ മയ്യനാട് SS സമിതിയിൽ പോലീസ് എത്തിച്ചത്. കൊണ്ടുവരുമ്പോൾ തന്നെ പൂർണ്ണ ഗർഭിണിയായിരുന്നു സ്ത്രീ. ഇവിടെ എത്തി 12-ാം ദിവസം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അവൾക്ക് ആശമോൾ എന്ന പേരുമിട്ടു. ആ പെൺകുട്ടിയുടെ ബാല്യകാലവും കൗമാരവും SS സമിതിയിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു. എന്റെ സാർവത്രിക സഹോദരി സമിതി എന്ന് പറയുന്ന സ്ഥാപനത്തില് അവിടെ ഈ കുഞ്ഞിന്റെ അമ്മ വരികയും അതിനുശേഷം ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ പ്രസവിക്കുകയും ചെയ്ത കുട്ടിയാണ്. അപ്പൊ അവിടെ തന്നെ പ്രസവിച്ച് വളർന്ന കുഞ്ഞാണ്. ഇപ്പോഴവള് ഒരു സ്കൂളിലെ അധ്യാപികയാണ്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, സന്തോഷമായിട്ടൊക്കെ പോകുന്നു. അവളുടെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട്. സമിതിയുടെ മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയർ മകളെ പോലെ വളർത്തി. സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് തല വിദ്യാഭ്യാസവും പൂർത്തീകരിച്ച ശേഷം TTC പഠനവും പൂർത്തീകരിച്ച് മയ്യനാട് കക്കോട്ടുമൂല സ്കൂളിൽ താൽക്കാലിക അധ്യാപികയുടെ ജോലി നേടിയെടുത്തു. തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ മാനസിക രോഗികളുടെയും ആലംബഹീനരുടെയും കൂടെ വളർന്ന അവൾക്ക് ഇന്ന് വിവാഹമാണ്. ഞാൻ അവിടെ വന്ന് ജനിച്ചേ. അമ്മ പൂർണ്ണ ഗർഭിണിയായിരുന്നു വന്നപ്പം അവിടെ വന്നാ ജനിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ സാറാ ഞങ്ങളെ വളർത്തിയ. ഞാനിപ്പം കാക്കോട്ടുമുല ഗവൺമെന്റ് സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ അച്ഛന്റെ ആലോചന വരുന്നതും. കൊല്ലം പടപ്പക്കര ജിജോ ഭവനിൽ ജിജിൻ ജോസഫ് ആശമോളെ ഇന്ന് മിന്നുകെട്ടി സ്വന്തമാക്കി. നമ്മള് കണ്ട് ഇഷ്ടപ്പെട്ട് അവിടെ ചെന്ന് ചോദിക്കുകയായിരുന്നു. അതായത് അച്ചാച്ചൻ അവിടെ ഫുഡ് കൊടുക്കാൻ വന്നപ്പം എന്നെ പോലെ വേറൊരു ചേച്ചി അവിടെ നിന്നാണ് വളർന്നത്. അപ്പം റിലേറ്റീവ് അവിടെ ഇങ്ങനെ ഫുഡ് അങ്ങനെ കണ്ട് പരിചയച്ചെന്ന് ചോദിച്ചാണ്. സ്ഥിരമായി പെൺകുട്ടിയെ സ്കൂളിലേക്ക് പോകുന്ന വഴി കണ്ട പരിചയമാണ് ജിജിൻ ജോസഫിന് ആശമോളെ സ്വന്തമാക്കാൻ ആഗ്രഹം തോന്നിയത്. പിന്നീട് വീട്ടുകാരോട് വിവരം പറഞ്ഞ ശേഷം വീട്ടുകാരുമൊത്ത് SS സമിതിയിലേക്ക് എത്തി. പെണ്ണു ചോദിച്ചു. തുടർന്ന് മാനേജിംഗ് ട്രസ്റ്റി ഫ്രാൻസിസ് സേവിയറും സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരും സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചേർന്ന് ജിജിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ജിജിന് ആശമോളെ നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകൾ, സാമൂഹിക നീതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് പടപ്പക്കര സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ചാണ് വിവാഹം നടത്തിക്കൊടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.